അപ്പോൾ നമ്മുടെ ബയോളജി ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കൊരു 20 minutes കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അതായത് നമ്മുടെ എന്താ പറയുക ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ കാരണം നമുക്കിപ്പോൾ എന്ത് ചെയ്യേണ്ട, ഇപ്പോൾ കോഴീനെയോ അല്ലെങ്കിൽ പശുവിനെയോ ആടിനെയോ ഒന്നും മുറിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലാബിൽ എന്ത് ചെയ്യാം, ആനിമൽസിൻ്റെ സ്റ്റെം സെൽസ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മീറ്റ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോ, ഇപ്പോൾ നമ്മൾ ഏതൊരു കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുക അല്ലേ. പക്ഷേ ഇപ്പം നമുക്ക് എന്താണ്, പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസും ചെടികളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ നമുക്ക് പറഞ്ഞപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേസ് തെളിയിക്കാൻ വേണ്ടി നമുക്ക് കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ വേണം അല്ലേ. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ക്രൈം നടന്ന സീനിൽ നിന്ന് കിട്ടിയ ഒരു മുടിയുടെ ഒരു സ്ട്രാൻഡ്, ഒരു മുടിനാരിഴ മതി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് നമ്മുടെ DNA പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് നമുക്കൊരു കുറ്റവാളിനെ തെളിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ബയോടെക്നോളജി, എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, ആ ഒരു ഡിഫറൻസാണ് പറയണേ. അപ്പോൾ ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ അവരുടെ പാർട്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഒരു അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈസ്റ്റ് ഇടും. അപ്പോൾ അവിടെ നമ്മളൊരു ലിവിങ് ഓർഗാനിസത്തിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷേ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പം നമുക്കിഷ്ടമുള്ളൊരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ തന്നെ മാറ്റുകയാണ്. അങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ മാറ്റുമ്പം അതിന് പുതിയ കഴിവുകൾ കിട്ടും, പുതിയ ട്രെയ്റ്റ് കിട്ടുമെന്ന് നമ്മൾ പറയും. Okay, so genetic engineering is the technology for creating desired traits in organism by combining or deleting genes. അപ്പോൾ ഒരു ജീവിയുടെ ജീൻസിൽ ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് ഒന്നെങ്കിൽ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ജീൻ റിമൂവ് ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ ഒരു ജീവിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ജനിതക എഞ്ചിനീയറിംഗിലേക്കൊക്കെ നമ്മൾ എത്തിക്കാൻ സഹായിച്ച ഒരു ടെക്നോളജിയാണ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി. അതായത് മിസ് നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു ഓർഗാനിസത്തിന് ഇതുവരെ ഇല്ലാത്ത ഒരു ട്രെയ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, ഒരു പുതിയ ജീൻ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ജീൻ റിമൂവ് ചെയ്തിട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് ഓർഗാനിസംസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു പുതിയ DNA ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റീകോമ്പിനൻ്റ് DNA എന്ന് പറയുന്നത്. ആ റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കുന്ന ടെക്നോളജീനെയാണ് നമ്മൾ എന്ത് പറയുക, റീകോമ്പിനൻ്റ് DNA ടെക്നോളജി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA അവരുടെ ഭാഗങ്ങൾ ഒന്നിച്ച് ചേർത്ത് റീകോമ്പിനൻ്റ് DNA നമ്മൾ എന്ത് ചെയ്യാണ്, രൂപപ്പെടുത്താണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ജീവികളുടെ ജനറ്റിക് മെറ്റീരിയൽ നമുക്ക് കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, നമുക്ക് ആദ്യം ജനറ്റിക് മെറ്റീരിയൽ മുറിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എൻസൈമാണ്. അപ്പോൾ അത്തരത്തിലുള്ള എൻസൈമിന് നമ്മൾ പറയുന്ന പേരാണ് ജനറ്റിക് സിസേഴ്സ് അല്ലെങ്കിൽ ജനിതക കത്രിക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ആ ജീനെ നമ്മൾ കൂട്ടിച്ചേർക്കണം. അപ്പോൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി സാധാരണ നമ്മൾ പശയല്ലേ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എൻസൈമാണ്. ആ എൻസൈമാണ് നമ്മുടെ ലിഗേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻസൈമിനെ നമ്മൾ ജനറലായിട്ട് പറയുന്ന പേരാണ് നമ്മുടെ ജനറ്റിക് ഗ്ലൂ എന്നുള്ളത്. ഇനി ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ടുള്ള റീകോമ്പിനൻ്റ് DNA ഒരു ഹോസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പോൾ അങ്ങനെ ഹോസ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, നമ്മൾ പ്ലാസ്മിഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചില്ലേ, നമുക്ക് ഒരു അസുഖം ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് എത്തിക്കുന്നത് വെക്ടേഴ്സ് ആണെന്ന്. പക്ഷേ ഇവിടെ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നത് പ്ലാസ്മിഡാണ്. പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയിൽ തന്നെ കാണുന്ന ഒരു ജനറ്റിക് മെറ്റീരിയലാണ് പ്ലാസ്മിഡ്. അതായത് ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പ്ലാസ്മിഡിനെ നമ്മൾ എടുത്തു, നമ്മൾ എൻസൈം ഉപയോഗിച്ച് ഒരു ചെറിയ ഭാഗം മുറിച്ചു മാറ്റി, എന്നിട്ട് നമുക്ക് ഏതാണോ DNA വേണ്ടത് ആ ഒരു ജീനിനെ നമ്മൾ മുറിച്ചെടുത്തു, അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ രണ്ട് ജനറ്റിക് മെറ്റീരിയൽ കൂട്ടിച്ചേർത്തപ്പോൾ നമുക്ക് റീകോമ്പിനൻ്റ് DNA കിട്ടി. ഓക്കെ, ആ റീകോമ്പിനൻ്റ് DNA നമ്മൾ ഹോസ്റ്റിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ആ ഒരു ഹോസ്റ്റ്, ആ ഒരു ആതിഥേയ കോശത്തിന് പുതിയൊരു ട്രെയ്റ്റ് കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു ഇൻസേർട്ടഡ് ജീൻ എന്ത് ചെയ്യും, ആ ഒരു ഹോസ്റ്റിൽ ഇരുന്നിട്ട് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, അപ്പോൾ അടുത്തതാണ് നമ്മുടെ CRISPR-Cas9 ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജീൻ എഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിക്കുന്നുള്ളത്, അതിനേക്കാൾ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് നമുക്ക് ജീനിനെ കട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു CRISPR-Cas9 ടെക്നോളജി. ഇത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇമ്മാനുവൽ ഷാർപ്പൻറ്റിയർ അതേപോലെ തന്നെ നമ്മുടെ ജെനിഫർ എ ഡോഡ്ന അവർ രണ്ടുപേരും കൂടി കണ്ടുപിടിച്ച ഒരു ടെക്നോളജി, അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആണെങ്കിൽ ഒരു പുതിയ ടെക്നോളജി ഇല്ല, ബാക്ടീരിയൽ സെൽസിൽ ഓൾറെഡി വൈറസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാരാണ്. ഒന്നാണ് Cas9 എന്ന് പറയുന്ന എൻസൈം, രണ്ടാമത്തേതാണ് ഒരു ഗൈഡ് RNA. അപ്പോൾ ഈ ഗൈഡ് RNA എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെയാണോ ഈ ഒരു ജനറ്റിക് മെറ്റീരിയലിനെ കട്ട് ചെയ്യേണ്ടത് ആ സ്ഥലം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഗൈഡ് RNAയുടെ ഫംഗ്ഷൻ. ആൻഡ് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം കട്ട് ചെയ്യുക എന്നുള്ളതാണ് Cas9 എൻസൈമിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ഇത് നോട്ട് ചെയ്യുക കേട്ടോ. സോ ഇവിടെ ആദ്യം നോക്കിക്കേ, നമ്മുടെ ഗൈഡ് RNA ഇങ്ങനെ ആ ഒരു സെഗ്മെൻറ്റിലൂടെ റൺ ചെയ്ത് ഏത് ഭാഗമാണ് കട്ട് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ Cas9 എൻസൈം എന്ത് ചെയ്യുന്നു, ആ ഭാഗം മുറിക്കുന്നു. അങ്ങനെ നമ്മൾ മുറിക്കുന്നതിലോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആ ഒരു DNA സീക്വൻസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടാത്ത ക്യാരക്ടേഴ്സ് റിമൂവ് ചെയ്യാനും വേണ്ട ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യാനും അതുവഴി വളരെ പ്രിസൈസ് ആയിട്ടുള്ള ജീൻ എഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, അത് എന്തായാലും നോട്ട് ചെയ്യാം. ദെൻ അടുത്തതാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഓർഗാനിസംസിന് നമ്മൾ പുതിയ ട്രേറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ നമുക്ക് പ്ലാന്റ്സിൽ, അനിമൽസിൽ, മൈക്രോ ഓർഗാനിസംസിലൊക്കെ ഈ ഓർഗാനിസംസിൻ്റെ, പ്ലാന്റ്സ് ആവാം, ആനിമൽസ് ആവാം, മൈക്രോ ഓർഗാനിസംസ് ആവാം, അവരുടെ ജനറ്റിക് മെറ്റീരിയലിൽ നമ്മളൊരു പുതിയ ജീൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് പുതിയ കഴിവുകൾ കിട്ടും, അല്ലെങ്കിൽ പുതിയ ട്രേറ്റ് കിട്ടും. അപ്പോൾ അത്തരത്തിൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് പറയാം. അപ്പോൾ അവിടെ നമുക്ക് പ്ലാന്റ്സിൻ്റെ കേസിൽ പഠിക്കാനുള്ളതാണ് ഒന്ന് BT കോട്ടൺ. BT കോട്ടൺ എന്ന് പറഞ്ഞാൽ നാച്ചുറലി തന്നെ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ സോയാബീനെ നമ്മൾ വീഡിസൈഡ് റെസിസ്റ്റൻ്റ് ആക്കി. വീഡിസൈഡ് എന്ന് പറഞ്ഞാൽ കളനാശിനിയാണ്. അതായത് നമ്മളൊരു ചെടി കൃഷി നടത്തുന്ന സമയത്ത് അതിൻ്റെ ചുറ്റും വേറെ ഏതെങ്കിലും ചെടികൾ വളരുകയാണെങ്കിൽ അതിന് നമ്മൾ കള എന്ന് പറയും. അപ്പോൾ വീഡിസൈഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സോയാബീനെ നമ്മൾ ഇതേപോലെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കി. പിന്നെയാണ് ഗോൾഡൻ റൈസ്. സാധാരണ അരി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻസ് ഒന്നും ഒത്തിരി കിട്ടില്ല അല്ലേ, പക്ഷേ ഇതെന്താണ്, ന്യൂട്രിയൻ്റ് എൻറിച്ച്ഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് വൈറ്റമിൻ A അടങ്ങിയിട്ടുള്ള അരിയാണ് ഗോൾഡൻ റൈസ്. അതിൻ്റെ കളർ കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇതിന് കാരണം അതിനകത്ത് അടങ്ങിയിട്ടുള്ള ബീറ്റാ കെറോട്ടിൻ എന്ന് പറയുന്ന ജീനാണ്. ഓക്കെ, പിന്നെ നമ്മുടെ RSV റെസിസ്റ്റൻറ്റ് പപ്പായ. RSV റെസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഒരു വൈറസ് ഇൻഫെക്ഷൻ പപ്പായക്ക് ഇങ്ങനെ വരുമായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പപ്പായനെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ നമ്മുടെ അനിമൽസിൻ്റെ കേസസിൽ നമുക്ക് സാൽമൺ ഫിഷ് ഉണ്ട്, നല്ല ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹൈ പ്രൊഡക്ടിവിറ്റിയിലുള്ള നമ്മൾ സാൽമൺ ഫിഷിനെ ഉണ്ടാക്കി. പിന്നെ ഗ്ലോ ഫിഷിനെ ഉണ്ടാക്കി. അതായത് സാധാരണ ഫിഷൊന്നും ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളങ്ങൊന്നുമില്ലല്ലോ, പക്ഷേ നമ്മൾ ഈ ഒരു അക്വാറിയത്തിൻ്റെ എന്താ പറയുക ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലോ ഫിഷ് ഉണ്ടാക്കി. അതും നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി തന്നെ ചെയ്തതാണ്. പിന്നെ മൈക്രോ ഓർഗാനിസംസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാലിന്യങ്ങളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാൻ ശേഷിയുള്ള സ്യൂഡോമോണസ് പുട്ടിഡേനെ ഉണ്ടാക്കി. പിന്നെ ഈക്വലൈ ബാക്ടീരിയയ്ക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ ഉണ്ടാക്കി. പിന്നെ ബേക്കേഴ്സ് ഈസ്റ്റിന് എന്താണ് ഫെർമെൻറ്റേഷൻ എബിലിറ്റി ഉണ്ടാക്കി. അതുപോലെ റൈസോബിയത്തിന് ഹൈ നൈട്രജൻ ഫിക്സേഷൻ എബിലിറ്റി ഉണ്ടാക്കി. ഇതൊക്കെ അവർക്ക് ഉണ്ടായതിനേക്കാൾ നമുക്ക് കൂട്ടാനും അല്ലെങ്കിൽ അവർക്ക് ഇല്ലാത്തൊരു ഫീച്ചർ എക്സ്ട്രാ ആഡ് ചെയ്യാനും നമുക്ക് എങ്ങനെയാണ് പറ്റിയത്, പുതിയ ജീൻ ഈ മൈക്രോ ഓർഗാനിസംസിലോ അല്ലെങ്കിൽ പുതിയ പ്ലാന്റ്സിലോ പുതിയ അനിമൽസിലോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ സഹായിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ജനറ്റിക് സിസാസും CRISPR-Cas9 ഒക്കെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രൊജക്റ്റാണ്. എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് സ്കൂളിലൊക്കെ പ്രൊജക്റ്റൊക്കെ കിട്ടും അല്ലേ, പക്ഷേ അതൊരു 1-2 ദിവസം കൊണ്ടൊക്കെ കഴിയും. പക്ഷേ ഇത് 13 വർഷം നീണ്ടു നിന്ന ഒരു ഗ്ലോബൽ പ്രൊജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. 1990 സ്റ്റാർട്ട് ചെയ്തിട്ട് 2003 അവസാനിച്ചത്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ എയിം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഹ്യൂമൻ ജീനോം എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയലിനെയാണ് നമ്മൾ ജീനോം എന്ന് പറയുക. അപ്പോൾ ആ കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ എയിം. അപ്പം ഈ ജീനോമിൽ കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, നമ്മളുടെ ശരീരത്തിൽ ഹ്യൂമൻസിൽ 300 കോടി ബേസ് പെയേഴ്സ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത്. അതുകൂടാതെ നമ്മളുടെ DNA നിങ്ങൾക്കറിയാം, ഒരു 2 മീറ്റർ ലോങ് DNA ആണ് നമുക്കൊരു സെല്ലിലുള്ളത്. അപ്പോൾ ആ 2 മീറ്റർ ലോങ് DNAയിൽ ഓരോ ജീനിൻ്റെയും പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ച ടെക്നോളജിയാണ് ജീൻ മാപ്പിംഗ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ടെക്നോളജി വിച്ച് ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് ജീൻ ഇൻ DNA, അതിന് നമ്മളെ സഹായിച്ചതാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്ന ടെക്നോളജി. പിന്നെ നമ്മളിതാ 300 കോടി ബേസ് പെയേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. നമ്മളുടെ ശരീരത്തിൽ 20,000 to 25,000 ജീനുകളാണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൂടാതെ ഫങ്ഷണൽ ജീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 1 to 2% മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ജങ്ക് DNA ആണ് നമ്മൾ മനസ്സിലാക്കി. ആക്ച്വലി ഈ ജങ്ക് DNAയുടെ എക്സാക്ട് ഫങ്ഷൻ എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല.
ഓക്കെ, പിന്നെയാണ് നമ്മുടെ ജീൻ തെറാപ്പി. അതായത് ജനറ്റിക് ഡിസീസസ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയറിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ജീനിൽ എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോഴാണ് ജനറ്റിക് ഡിസീസസ് ഉണ്ടാവാം. അതിന് നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ക്യൂർ ഇല്ല. പക്ഷേ അതിന് നമ്മളെ സഹായിച്ചതാണ് നമ്മുടെ ജീൻ തെറാപ്പി. ഇപ്പം നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നടത്തിയപ്പം നമ്മുടെ എക്സാക്ട് ജനറ്റിക് മെറ്റീരിയൽ എന്താണ്, ഓരോ ബേസ് പെയേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. ആൻഡ് ഈ ഓരോ ജീനിൻ്റെയും ലൊക്കേഷൻ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ജനറ്റിക് ഡിഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു അസുഖം വരുമല്ലോ. അപ്പോൾ ആ ജീനിൻ്റെ സ്ഥലം ഇപ്പം നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ജീൻ മുറിച്ചു മാറ്റിയിട്ട് പകരം ഒരു ഫങ്ഷണൽ ജീൻ വെച്ചാൽ മതി. അങ്ങനെ നമ്മൾക്ക് ജനിതക രോഗങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ വെൻ ദ ജീൻസ് ഇൻ ആ ബോഡി ബിക്കം ഡിഫക്റ്റീവ്, അതൊരു അസുഖമായിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജീൻ തെറാപ്പിയിലൂടെ ആ ഒരു ഡിഫക്റ്റീവ് ജീൻ മാറ്റിയിട്ട് പകരം ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻ നമ്മുടെ ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ജീൻ തെറാപ്പി. അപ്പോൾ നമുക്കറിയാം സിക്കിൾ സെൽ അനീമിയ ഒരു ജനിതക രോഗമാണ്, ഒരു പാരമ്പര്യ രോഗമാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഇല്ല. പക്ഷേ നമ്മുടെ WHO, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ജീൻ തെറാപ്പിയിലൂടെ ഇത് ക്യൂർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ള പെർമിഷൻ വരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു അസുഖം ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ സിക്കിൾ സെൽ അനീമിയയുടെ കേസിൽ തന്നെ പറഞ്ഞപ്പം നമുക്ക് ജീൻ തെറാപ്പി അല്ലെങ്കിൽ സ്റ്റെം സെൽ തെറാപ്പി നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സ്റ്റെം സെൽസ് ഉണ്ടല്ലോ, നമ്മുടെ ബോൺ മാരോയിലൊക്കെ നമുക്ക് സ്റ്റെം സെൽസ് ഉണ്ടാവും. അപ്പോൾ ആ നമ്മുടെ ബ്ലഡ് സ്റ്റെം സെൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലഡ് സെൽസിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദ സ്റ്റെം സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ് ബ്ലഡ് സെൽസ് ആർ കളക്റ്റഡ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആക്റ്റീവ് ജീൻ, നമ്മളുടെ ഇപ്പോൾ എല്ലാ ബ്ലഡ് സെൽസ് ഇപ്പം RBCക്കാണ് പ്രശ്നം സിക്കിൾ സെൽ അനീമിയ വരുമ്പം. അപ്പോൾ ഈ RBC ഒക്കെ ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ സ്റ്റെം സെൽസിൽ നിന്നാണ്. സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ വിത്തുകോശങ്ങൾ എന്ന് പറയും. അതുള്ളത് നമ്മുടെ ബോൺ മാരോയിലാണ്, അസ്ഥിമജ്ജയിലാണ്. അപ്പോൾ ആ അസ്ഥിമജ്ജയിൽ നിന്ന് നമ്മുടെ സ്റ്റെം സെൽസ് എടുക്കും. അതിൽ ആ ഒരു സെൽസിൽ നമ്മൾ എന്ത് ചെയ്യും, ജീൻ എഡിറ്റിംഗ് ചെയ്യും. അവിടെ ഡിഫക്റ്റീവായ ജീനെ മുറിച്ചു മാറ്റി പകരം ഫങ്ഷണൽ ജീൻ നമ്മളവിടെ കൂട്ടിച്ചേർക്കും. അങ്ങനെ ജീൻ എഡിറ്റിംഗ് നടത്തിയ നമ്മളെ ഫങ്ഷണൽ ജീൻ കൂട്ടിച്ചേർത്ത ആ സെൽസിനെ തിരികെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കയറ്റിവിടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെം സെൽ തെറാപ്പി അല്ലെങ്കിൽ ജീൻ തെറാപ്പി ചെയ്തിട്ട് ജനറ്റിക് ഡിസീസസ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ DNA ഫിംഗർ പ്രിൻറ്റിങ്. അതായത് നമ്മൾ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞില്ലേ, നമ്മൾക്കിപ്പം ഒരു കൊലയാളിനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മുടിനാരിഴ മതി എന്നുള്ള കാര്യം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയതാണ് നമ്മുടെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ പറയുന്നത്. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിങ് പറയുന്നത് അത്രയേ ഉള്ളൂ, ഓരോ വ്യക്തിയുടെയും ശരീരത്തിൽ DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ ഈച്ച് പേഴ്സൺ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അലക് ജെഫ്രി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് രണ്ട് ആൾക്കാരുടെ എക്സ്റേ പരിശോധിക്കുന്ന സമയത്ത് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തിൽ ഈ ഡിഫറൻസ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോരുത്തരുടെയും യുണീക്നെസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വിരലടയാളം ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ അതേപോലെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ അത് അവരുടെ ഐഡൻറ്റിറ്റി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ. അങ്ങനെയാണ് ഇത് നമ്മൾ കേസുകളൊക്കെ തെളിയിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോ 99% ഓഫ് DNA നമ്മുടെ എല്ലാ ഹ്യൂമൻസിനും സെയിം ആണ്. പക്ഷേ ഡിഫറൻസ് ഉള്ളത് എവിടെയാണ്, ഒരു 0.1%. ആ 0.1% ഡിഫറൻസ് നമ്മൾ കാണുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യമില്ലാത്ത നമ്മുടെ ജങ്ക് DNAയിലാണ് നമുക്ക് ഈ പറയുന്ന ഡിഫറൻസ് കാണാൻ പറ്റുന്നത്, ഈ 0.1% ഡിഫറൻസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഓരോരുത്തരുടെയും യുണീക്നെസ് ആണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, സോ ദ ടെക്നോളജി ദാറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ DNA ആൻഡ് ടു ഐഡൻറ്റിഫൈ ഇൻഡിവിജ്വൽസ് അക്കോർഡിംഗ്ലി ഈസ് കോൾഡ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. അപ്പോൾ ഓരോരുത്തരുടെയും ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റ് പരിശോധിച്ച് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വാലിറ്റി നമ്മൾ പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ആസ് ഫിംഗർ പ്രിൻറ്റ്സ് ദാറ്റ് വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡും എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസപ്പെട്ടിരിക്കും. ആൻഡ് അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വ്യക്തികളെയും തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഈ ഒരു ഡിഫറൻസ് മെയിൻലി കാണുന്നത് എവിടെയാണ്, നമ്മുടെ പ്രോട്ടീനുകളൊന്നും ഉണ്ടാക്കാത്ത DNAയിലാണ്. പ്രോട്ടീനുകളൊന്നും ഉണ്ടാക്കാത്ത DNA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജങ്ക് DNA ആണ്. ഓക്കെ, ആൻഡ് ദീസ് പാർട്സ് സം DNA സീക്വൻസസ് ആർ റിപ്പീറ്റഡ്. അപ്പോൾ ഈ പറയുന്ന ജങ്ക് DNAയിൽ ചില DNA സീക്വൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ആ റിപ്പീറ്റിംഗ് നമ്പർ ഓഫ് റിപ്പീറ്റ്സ്, ഇപ്പോൾ ഒരു റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ AGTC, ഈ AGTC എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അതാണ് റിപ്പീറ്റിംഗ് നമ്പർ. അത് ചിലപ്പോൾ ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിരിക്കാം. ആൻഡ് റിപ്പീറ്റിംഗ് ഓർഡർ,
ചിലപ്പോൾ ഒരാളിൽ AGTC ആയിരിക്കും റിപ്പീറ്റ് ചെയ്യണത്, വേറൊരാളിൽ ചിലപ്പം ACTG ആയിരിക്കാം. അതായത് അവരുടെ ഓർഡറും ചിലപ്പോൾ ഡിഫറെൻ്റ് ആവാം, ചിലപ്പോൾ അവരുടെ റിപ്പീറ്റിംഗ് നമ്പറും ഡിഫറെൻ്റ് ആവാം. അതാണ് ഓരോരുത്തർക്കും ഓരോ യുണീക്ക് ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോർ റിസംബ്ലൻസ് ക്യാൻ ബി സീൻ ഇൻ ദ DNA പാറ്റേൺ ഓഫ് പാരൻസ് ആൻഡ് ദിയർ ഓഫ് സ്പ്രിങ്സ്. അതായത് അച്ഛനും അമ്മയിൽ നിന്നാണല്ലോ നമുക്ക് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ കിട്ടുന്നത്. അപ്പോൾ അച്ഛനും അമ്മയായിട്ടും പിന്നെ സിബ്ലിങ്സും ആയിട്ട് എന്ത് ചെയ്യും, ഇതിൽ നമുക്ക് ചില സാമ്യതകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു DNA ഫിംഗർ പ്രിൻറ്റിങ് നമുക്ക് പല കാര്യങ്ങളിൽ യൂസ് ചെയ്യാം. ഒന്ന്, കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ജനിതക രോഗങ്ങളുണ്ടോ, അപ്പോൾ പാരമ്പര്യമായിട്ട് ചില അസുഖങ്ങളൊക്കെ കൈമാറുന്ന അസുഖങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ പാരമ്പര്യ അസുഖങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, DNA ഫിംഗർ പ്രിൻറ്റിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ ബയോളജിക്കൽ റിലേഷൻഷിപ്പ്, നമ്മുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആര്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഫോസിൽസിലൂടെ, ഓക്കെ, ടു ഐഡൻറ്റിഫൈ ലീനിയേജ് ബൈ ഐഡൻറ്റിഫൈങ് ഫോസിൽസ്, നമ്മുടെ വംശ പരമ്പര എന്നൊക്കെ പറയില്ലേ, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ടു അണ്ടർസ്റ്റാൻഡ് ടു ഐഡൻറ്റിഫൈ വിക്ടിംസ് ഓഫ് ആക്സിഡൻറ്റ്സ് ഓർ ഡിസാസ്റ്റേഴ്സ്. അതായത് ഇപ്പോൾ ഒരു ഭൂമികുലുക്കം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചു, ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥകൾ DNA ഫിംഗർ പ്രിൻറ്റിങ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വ്യക്തികളെ തിരിച്ചറിയാം. ടു ട്രാക്ക് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ട്രാക്ക് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം. സോ ഇതിൽ ഏതെങ്കിലും ഒരു 4 എണ്ണം എന്തായാലും പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളതാണ്. ഇനി അതേപോലെ വരുന്നൊരു സാധനമാണ് ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറയുന്നത്. ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ് നമ്മളുടെ എന്താണ് ഇതേപോലെ നടത്തിയിട്ടുള്ളതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ഈ പ്രൊജക്റ്റ് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ആദ്യം ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനുഷ്യന്മാരുടെ ശരീരത്തിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടും ടിഷ്യൂസ് കൊണ്ടും ബ്ലഡ് സെൽസ് ഒക്കെ ചേർത്തിട്ടാണ്. ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ കോടാനുകൂടി മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഈ മൈക്രോ ഓർഗാനിസംസ്, നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഈ മൈക്രോ ഓർഗാനിസംസിൻ്റെ കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയലിനെയാണ് നമ്മൾ ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറയുന്നത്. ആ ഹ്യൂമൻ മൈക്രോബ്സിൽ വൈറസ് വരും, ബാക്ടീരിയ വരും, ഫംഗസ് വരും, എല്ലാം വരും. ആക്ച്വലി അവരെല്ലാം നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന ആൾക്കാരല്ല. ആ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആ മൈക്രോ ഓർഗാനിസംസ് ആക്ച്വലി നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്താണ്, ചില വൈറ്റമിൻസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ചില വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷന് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നുണ്ട്, നമ്മുടെ ഡൈജഷന് സഹായിക്കുന്ന ഒത്തിരി നല്ല ബാക്ടീരിയകൾ നമ്മുടെ ഗട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും ഈ മൈക്രോ ഓർഗാനിസംസ് നമുക്ക് അസുഖം ഉണ്ടാക്കുമെന്ന് പറയും. പക്ഷേ ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും ചില സമയങ്ങളിൽ നമുക്ക് അസുഖങ്ങൾക്ക് കാരണമാവാം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഭയങ്കര നല്ല ഹെൽത്തി അല്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയകളുടെ, ഗുഡ് ബാക്ടീരിയകളുടെ അല്ലെങ്കിൽ ഗുഡ് മൈക്രോബ്സിൻ്റെ അളവ് കുറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടാകും, വയറിന് അസുഖങ്ങൾ വരും. അപ്പോൾ അതിന് കാരണം നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയകളുടെ അളവ് കുറയുന്നതാണ്. ഓക്കെ, ആ മൈക്രോ ഓർഗാനിസം ഇപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ആയിരിക്കില്ല നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതും ഓരോരുത്തർക്കും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സൂക്ഷ്മാണുക്കളും അവയുടെ ജീനുകളുടെയും ശേഖരണമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറയുന്നത്. അതിനകത്ത് ബാക്ടീരിയ, ആർക്കിബാക്ടീരിയ, ഫംഗസ്, വൈറസ് എല്ലാം വരും. അപ്പോൾ അവർ നമുക്ക് എന്തെല്ലാം അസുഖങ്ങൾ ഉണ്ടാക്കുന്നവരല്ല, പകരം നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ശരീരത്തിൽ ഉള്ള മൈക്രോ ഓർഗാനിസംസ് നമുക്ക് കുറേ ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും കൂടെ മനസ്സിലാക്കി തരാനാണ്. ഇനി ഇറ്റ് ഓൾസോ റിവീൽ ദാറ്റ് ദ കോസ് ഓഫ് ഡിസീസ്, നമുക്ക് അസുഖം വരാൻ കാരണം എന്തല്ല, നമ്മുടെ ഈ രോഗാണുക്കൾ കാരണം മാത്രമല്ല, രോഗാണുക്കളുടെ തുലന നിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഇപ്പോൾ ഇത്ര ഉണ്ടാകുന്ന രോഗാണുക്കളുടെ അളവ് കുറഞ്ഞാൽ നമുക്ക് അസുഖം വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മനസ്സിലായി ഓരോരുത്തരുടെയും ശരീരത്തിൽ ഉള്ള മൈക്രോ ഓർഗാനിസംസ് ഡിഫറെൻ്റ് ആണ്. അതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് അസുഖം ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ഒരു രോഗം വരുമ്പം എല്ലാവർക്കും ജനറൽ ആയിട്ടുള്ള മെഡിസിൻ ആണോ കൊടുക്കേണ്ടത്? അല്ല, അവിടെ നമ്മൾ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു പ്രൊജക്റ്റ് വഴിതെറക്കുന്നുണ്ട്. ഓക്കെ, പിന്നെയാണ് നമ്മൾ ബയോളജി ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ടെക്നോളജി അങ്ങ് AI വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ, ഡ്രഗ് ഡിസ്കവറി, ജനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോ ഇൻഫർമാറ്റിക്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്കൊരു അസുഖം ഒട്ടും കിട്ടണില്ല, അറിയുന്നില്ല, എന്താണെന്ന് പുതിയത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പിന്നെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ, ഇപ്പോൾ ഓരോരുത്തരുടെയും നമ്മുടെ ജനറ്റിക് ഡാറ്റ, നമ്മുടെ ബയോ ഇൻഫർമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എൻ്റെ ശരീരത്തിലെ മൈക്രോ ഓർഗാനിസംസ് ഏതാണെന്ന് മനസ്സിലാക്കി എനിക്ക് വേണ്ട മെഡിസിൻ മാത്രം തരാൻ വേണ്ടി പറ്റും.
പിന്നെ വരുന്നതാണ് ജീനോം സീക്വൻസിങ്. അതിന് നമ്മൾ ബയോ ഇൻഫോർമാറ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ 300 കോടി ബേസ് പെയേഴ്സ് ഉണ്ട്. ആ 300 കോടി ബേസ് പെയേഴ്സിനെ നമുക്കൊരു ബുക്കിൽ രേഖപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബയോ ഇൻഫോർമാറ്റിക്സിലൂടെ കമ്പ്യൂട്ടർ ഡാറ്റാബേസസ് ആയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ വരുന്നതാണ് പൊല്യൂഷൻ. അതായത് നമ്മുടെ എയറിലൊക്കെ ഉള്ളതും വാട്ടർ പൊല്യൂഷൻ്റെ ലെവൽസും അത് മനസ്സിലാക്കാനും അതിന് എന്തൊക്കെ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാമെന്നൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇംപ്രൂവിങ് അഗ്രികൾച്ചർ, അതായത് നമ്മുടെ ഇപ്പോൾ സോയിൽ ആയിക്കോട്ടെ വെള്ളം ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ ക്വാളിറ്റി അനലൈസ് ചെയ്യാനും അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളത് നമുക്കിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പിന്നെയാണ് നമ്മുടെ ടെക്നോളജിക്കൽ പോസിബിലിറ്റീസ് ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. അതായത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടെക്നോളജി നമ്മുടെ എൻവയോൺമെൻറ്റ് കൺസേർവ് ചെയ്യാൻ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതിൽ ആദ്യത്തേതാണ് വൈൽഡ് ലൈഫ് ട്രാക്കിംഗ് സെൻസേഴ്സ്. അതായത് ഇപ്പോൾ നമ്മുടെ കാട്ടിൽ ഏതൊക്കെ ഓർഗാനിസംസ് ഉണ്ട്, അവരുടെ ബിഹേവിയർ എന്തൊക്കെയാണ്, അവരെപ്പോഴൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇപ്പോൾ ഒരു കാട്ടിലൊരു കടുവയുണ്ടെന്ന് കരുതാം, ആ കടുവേനെ നമുക്ക് കൺസേർവ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ബിഹേവിയറൽ പാറ്റേൺ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് പോയിട്ട് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ വൈൽഡ് ലൈഫ് ട്രാക്കിംഗ് സെൻസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആ പാറ്റേൺസ് അവരുടെ ബിഹേവിയറൽ പാറ്റേൺസ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കൺസർവേഷൻ ടെക്നോളജീസ് അല്ലെങ്കിൽ കൺസർവേഷൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്ട്സും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദീസ് ഹെൽപ്പ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് റിസർച്ചേഴ്സ് ടു പ്ലാൻ ആൻഡ് conservation strategies by monitoring the movement, behavior and location of wild animals. അപ്പോൾ വൈൽഡ് ആനിമൽസിനെ ഈ സെൻസേഴ്സ് വെച്ച് ട്രാക്ക് ചെയ്ത് അവരെക്കുറിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള കൺസർവേഷൻ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്താണ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഡാറ്റ സെൻസേഴ്സ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ എവിടെയൊക്കെ എന്തൊക്കെ ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, ഏതൊക്കെ പുതിയ ജീവികളുണ്ട്, ഏതൊക്കെ പുതിയ ആനിമൽസ് ഉണ്ട്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒറ്റയ്ക്ക് നമുക്ക് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ഉപയോഗിക്കുന്നു. അക്വാസ്റ്റിക് അനാലിസിസ്, അതായത് സൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്പീഷീസുകൾ ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ക്യാമറ ട്രാപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഗ്ലോബലി നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡാറ്റ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെയാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ -196 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് നൈട്രജനിൽ നമുക്ക് എന്തൊരു സാധനത്തിനെയും പ്രിസർവ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഹ്യൂമൻസിൻ്റെ എഗ്ഗ് ആവാം, സ്പേം ആവാം, സീഡ് ആവാം, പോളൻ ഗ്രെയിൻസ് ആവാം, ജീവികളുടെ ജനറ്റിക് മെറ്റീരിയൽ ആവാം. അപ്പോൾ അത് നമ്മൾ പ്രിസർവ് ചെയ്യുന്നതിനെയാണ്, ഓർഗൻസ് ആവാം, ഒക്കെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും, കേടുപാടൊന്നും സംഭവിക്കാതെ. അതിനെയാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുക. ദെൻ കംസ് ബയോ റെമഡിയേഷൻ. ഇവിടെ നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെയും പ്ലാന്റ്സിനെയും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള പൊല്യൂട്ടൻസ്, ഫോർ എക്സാമ്പിൾ സോയിലിലും വാട്ടറിലും എയറിലൊക്കെയുള്ള പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യണം. അവരെ ഹാംഫുൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെ ഹാംലെസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആക്കി മാറ്റുകയാണ്. അതിനെയാണ് നമ്മൾ ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റായിട്ട് നമ്മുടെ പസഫിക് ഓഷ്യനിലുള്ള നമ്മുടെ ഗാർബേജിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിത് കാണാം, ഇത് നമ്മുടെ ഗ്രേറ്റ് പസഫിക് ഓഷ്യനാണ്. അപ്പോൾ പസഫിക് ഓഷ്യനിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കണ്ടുപിടുത്തമായിരുന്നു, നമ്മുടെ എല്ലാവരുടെയും ലൈഫ് മാറ്റിമറിച്ചൊരു കണ്ടുപിടുത്തമായിരുന്നു. പക്ഷേ ഇന്നത് ഒരു മേജർ പൊല്യൂട്ടൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രാൻസിൻ്റെ ഏകദേശം ട്രിപ്പിൾ എമൗണ്ട് സ്ക്വയർ കിലോമീറ്റേഴ്സിലാണ് പസഫിക് ഓഷ്യനിൽ ഈ പറയുന്ന പ്ലാസ്റ്റിക് ഗാർബേജ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, സോ in the Pacific Ocean, plastic has been accumulated and formed a floating region covering 16 lakh square kilometer. That is a region thrice the size of France. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ 3 മടങ്ങ് വലുപ്പത്തിൽ ഏരിയയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ പൊല്യൂഷൻ ചെയ്യുന്നത് കൂടാതെ അത് കത്തിക്കുന്നത് മൂലം നമുക്ക് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാകുന്നുണ്ട്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ വൃത്തിയായിട്ടൊരു പ്ലാനും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഡീൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെ ഒരു ത്രെട്ടായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് സമ്മിറ്റ്സ്, അതുപോലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി പോലെയുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പാരീസ് ഉടമ്പടിയൊക്കെ എന്താണ് ഇതിന് വേണ്ടിയിട്ടാണ്. ഇതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എൻവയോൺമെൻറ്റൽ ഡേ, അതുപോലെ തന്നെ വേൾഡ് ഓഷ്യൻ ഡേ ഒക്കെ നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ എൻവയോൺമെൻറ്റും
അതേപോലെ തന്നെ ഓഷ്യനൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്യണം, അതിനെ നമ്മൾ സംരക്ഷിക്കണം, കൺസേർവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ മെയിൻ തീം എന്താണ്, അതിന് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മൾ സ്കൂളിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു ചാപ്റ്റർ. സിമ്പിൾ ചാപ്റ്ററാണ്, പക്ഷേ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.